അയർലൻഡിലെ തെമ്മാടി കൂട്ടങ്ങളും നല്ല മനുഷ്യരും ഞാൻ പഠിച്ച പാഠവും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പറയുമ്പോൾ എൻ്റെ 2 കൂട്ടുകാർക്കുണ്ടായ ദുരനുഭവങ്ങളിലൂടെ പറയാതെ വയ്യ. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ മോളുമായിട്ട് കളിക്കാൻ പോയി. മോളും വൈഫും ഉണ്ട്. അപ്പോൾ ഒരു 5 വയസ്സ് തൊട്ട് ഒരു 15 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു 18 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും. ആൺകുട്ടികളെ കൊണ്ടാണ് കൂടുതൽ ശല്യം. എല്ലാവർക്കും ഐറിഷ് സ്റ്റുഡിയോയുടെ സുപ്രഭാതം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നേരിട്ട ഒരു ദുരനുഭവം, അതിനുശേഷമുണ്ടായ ഒരു നല്ല അനുഭവം, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് പഠിച്ചു, ഇതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും എന്ത് പഠിക്കാം എന്നുള്ള ഒരു കാഴ്ച കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാട്ടിത്തരുന്നത്. നമ്മുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ് ഒരു അയർലൻഡിൽ ഡബ്ലിനിൽ ഒരു 100 മീറ്റർ ഇടവിട്ടും അല്ലെങ്കിൽ ഒരു 200 മീറ്റർ ഇടവിട്ടും തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് മനോഹരമായ പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവരുടെ നഗരത്തെ വളരെ മനോഹരമാക്കി, വളരെ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ നമുക്കിതുപോലെയുള്ള പാർക്കുകളുള്ളപ്പോഴും നമുക്ക് വളരെ നല്ലതായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയി കളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില മലയാളികളും ചില നമ്മുടെ ആൾക്കാരുമൊക്കെ മടിക്കുന്നു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാനായിട്ടും ഈ പാർക്കിലേക്കൊക്കെ പോകാനായിട്ടും. അപ്പായിക്കാണോ? താങ്ക് യു. താങ്ക്സ് അലൈന. താങ്ക്സ് അപ്പു. പറയുമ്പോൾ എൻ്റെ 2 കൂട്ടുകാർക്കുണ്ടായ ദുരനുഭവങ്ങളിലൂടെ പറയാതെ വയ്യ. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ മോളുമായിട്ട് കളിക്കാൻ പോയി. മോളും വൈഫും ഉണ്ട്. അപ്പോൾ ഒരു 5 വയസ്സ് തൊട്ട് ഒരു 15 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു 18 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും. ആൺകുട്ടികളെ കൊണ്ടാണ് കൂടുതൽ ശല്യം. ഇവന്മാർ നമ്മൾ പുറത്തുനിന്ന് വന്നവരാണ് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അവന്മാരുടെ രാജ്യമാണ്, അവന്മാർക്കാണ് ഇതൊക്കെ കളിക്കാനുള്ളത് എന്നൊക്കെയുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കുറച്ച് മോശം കുട്ടികളാണ്. അവരുടെ മാതാപിതാക്കളും അതുപോലെ അവന്മാരെ പഠിപ്പിച്ചു വിട്ടുകൊണ്ടായിരിക്കാം. ഇതൊരു ചെറിയ ശതമാനമേ ഉള്ളൂ. എന്നാലും ഇവർ നമ്മളെ ഇടയ്ക്ക് ഹട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ പോയപ്പോൾ അവന്മാർ ബലൂൺ വെച്ചിട്ട്, വെള്ളം നിറച്ച ബലൂൺ വെച്ചിട്ട് പുറത്ത് വെച്ച് എറിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അതിനോട് പ്രതികരിച്ചു. അവൻ നേരിട്ട് നിന്ന് പറഞ്ഞു, ഇത് ഞങ്ങളും ടാക്സ് കൊടുത്താണ് ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ ഔദാര്യത്തിനല്ല, നിങ്ങളെപ്പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വരാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പോലീസിന് ഗാർഡേ എന്നാണ് പറയുന്നത്, ഞാൻ ഗാർഡയെ വിളിക്കും, കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ ജസ്റ്റ് പേടിക്കുന്ന പോലെ അഭിനയിക്കുകയും ജസ്റ്റ് മാറിപ്പോവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം അവൻ്റെ 2 കുട്ടികളുമായിട്ട്, 2 ആൺകുട്ടികളാണ്. അപ്പോൾ നമുക്കിവിടെ ഓടിക്കുന്ന സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടർ എന്നാണ് അതിന് പറയുന്നത്, നമുക്ക് പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയും. അപ്പോൾ അത് ഓടിച്ചിട്ട് അവൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവന്മാർ അപ്പുറത്ത് നിന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഈ സെയിം ഡയലോഗ്, ഞങ്ങളുടെ കൺട്രിയാണ്, ഞങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വളരെ മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരും ഇതിനെ എതിർത്തു. ഇതിനെ നമ്മളിതുപോലെ ഇവിടെ നമുക്കിവിടെ അബ്യൂസ് എന്ന് പറയും. നമ്മളിതുപോലെ വാക്കുകൾ കൊണ്ട് പോലും നമ്മളെ മോശമായിട്ട് ഹർട്ട് ചെയ്താലൊക്കെ ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ ഞങ്ങളെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുകയല്ലേ, ഞങ്ങളുടെ കുട്ടികളെ അബ്യൂസ് ചെയ്യുകയല്ലേ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ജോക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ചിലർ നമ്മളോട് ചിലപ്പോൾ കളിയാക്കി സംസാരിച്ചെന്ന് വരും, ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇതുപോലെ കളിക്കാൻ കുട്ടികളായിട്ട് പോയപ്പോഴത്തേക്ക് ഇവർ ഈ സ്ലൈഡിങ്ങിൽ ഇരിക്കുകയാണ്, 2 പെൺകുട്ടികൾ. അപ്പോൾ നമുക്കിവിടുന്ന് എഴുന്നേറ്റ് മാറണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവന്മാരിത് കരുതി കൂട്ടി തന്നെ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിന് നേരിട്ടതുപോലെ ഇതേ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് നേരിട്ട ഈ പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നല്ലതായിട്ട് വിഷമം വന്നു. നമ്മൾ മറ്റൊരു കൺട്രിയിൽ നമ്മൾ നല്ല അഭിമാനത്തോടെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഇവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെപ്പോലും സഹായിക്കുന്ന രീതിയിൽ ടാക്സും കൊടുത്ത് ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ എന്താണ് ഇത് നേരിടേണ്ടി വരുന്നത്? പെട്ടെന്ന് വിഷമമൊക്കെ തോന്നി ഞങ്ങൾ നേരെ വേറൊരു പാർക്കിലേക്ക് മൂവ് ചെയ്തു. അവിടെ വെച്ചാണ് ഒരു ഡിഫറെൻ്റ് അനുഭവം. അതായത് വളരെയധികം സ്നേഹമുള്ള അയർലൻഡുകാരും ഉണ്ടല്ലോ എന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ഒരാൾ മക്കൾക്ക് അവരുടെ മക്കളുമായിട്ട് കളിക്കാമെന്നാണ് ഒരു ഐറിഷുകാരൻ. അയാൾ മക്കൾക്ക് സിപ്പപ്പ് മേടിച്ചു കൊടുത്തു, വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ വിഷമം അങ്ങ് പോയി.
ഇനി ഇതുപോലെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ ശരിക്കും നമ്മളങ്ങനെ എന്താ പറയുക, അടിമകളായിട്ട് ജീവിക്കേണ്ടവരൊന്നുമല്ല. വളരെ നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ വളരെ പ്രൗഡായിട്ട് ഇത്രയും ഒരു ലാർജ് കൺട്രി, ഒരു വലിയ പവറായിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്നാണ് വളരെ അഭിമാനത്തോടെ നമുക്ക് ഏത് നാട്ടിലും പോയി ജീവിക്കാം. നമുക്ക് നമ്മളെ ഏതെങ്കിലും അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ നമ്മുടെ റൈറ്റിന്, എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നാൽ ഇവന്മാർ ഓർത്തോണം, നമ്മളൊരു ആർഗ്യുമെൻറ്റിലേക്കോ കയ്യാങ്കളിയിലേക്കോ പോകരുത്. ഇവിടെ കയ്യാങ്കളിക്കൊക്കെ വളരെ വലിയ ശിക്ഷയാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലൊക്കെ നമുക്ക് നല്ല ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ നമ്മളെ ആക്രമിച്ചാൽ പോലും നമ്മുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ അത് കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പോലും അടിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ നമ്മൾ മറ്റു കുട്ടികളെ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ റൈറ്റ്സിനെ പറ്റി പറയുക, കൂടുതൽ ആർഗ്യുമെൻ്റ് ഇല്ലാതെ അവിടുന്ന്, ഒരുപക്ഷെ അവർ പോയില്ലെങ്കിൽ വീണ്ടും ആർഗ്യുമെൻ്റ് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം പറയുക, അവിടുന്ന് സ്കിപ്പ് ആവുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് ചെയ്ത ആ ഒരു ഉദാഹരണവും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് ഉണ്ടായത്, എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് മാറണം, എൻ്റെ കുട്ടികൾക്ക് കളിക്കണം എന്ന് അവരോട് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മറ്റൊരു പാർക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ ഇരിക്കാതെ നമ്മുടെ അഭിമാനത്തോടെ, നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ, നമ്മുടെ ഏത് സ്ഥലത്താണെങ്കിലും ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും കൂടാണ് നമ്മളിവിടെ പറയുന്നത്. ശരിക്കും ഇത് അയർലൻഡ് ആവട്ടെ, ഇംഗ്ലണ്ട് ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയുണ്ട്, വംശീയ വെറിയുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞ് എങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളൊന്ന് ഓർത്തോളൂ, നിങ്ങൾ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇവൻ നമ്മുടെ ഇന്ത്യയിലാവട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ, എവിടെയാവട്ടെ, നമ്മൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ തയ്യാറായേ പറ്റൂ. ഇവൻ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം തന്നെ ഒരു ഉദാഹരണം, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം പറ്റി. എനിക്ക് വേണമെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം അത് ആലോചിച്ചിട്ട് വിഷമിച്ച് ഇവിടുത്തുകാരെയും കുറ്റം പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു, ഇവന്മാരൊക്കെ എന്ത് പിള്ളേരാണ്, ഇങ്ങനെയൊക്കെയാണോ നമ്മളോട്, വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കാം, ഇവിടുന്ന് പോകുന്നതിനെ പറ്റി ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം മൊത്തം എനിക്ക് കളയാം. നേരെ മറിച്ച് ഞാൻ അവിടുന്ന് മൂവ് ചെയ്ത്, അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിൽ നടന്നൊരു ഏകദേശം 5 കിലോമീറ്ററോളം നടന്നു, അതുകൊണ്ടൊരു എക്സസൈസുമായി മറ്റൊരു പാർക്കിലേക്ക് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ നല്ല അനുഭവം ഉണ്ടായത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആക്റ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും എന്നുള്ളത് വളരെ ഷുവറാണ്. പുതിയ പോസിറ്റീവ് വീഡിയോകളുമായി അയർലൻഡ് സുപ്രഭാതം വീഡിയോ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക്, നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു തംസപ്പും നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സപ്പോർട്ടായിരിക്കും. താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ്. See you in next video. Bye from Irish today. She's learning. Stop. ബൈക്കാണോ? താങ്ക് യു. താങ്ക്സ് അലൈന. താങ്ക്സ് അപ്പു.